പനച്ചിക്കാട് ദേവീക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. റാഫി കരീം തത്സമയം ഈ ക്ഷേത്രത്തിൽ നിന്ന് ചേരുകയാണ്. റാഫി കരീം, അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്? കൊല്ലൂർ മൂകാംബിക എന്നുള്ള വിവരങ്ങൾ ദീപക്കും സ്മിതയും തന്നു. SKN കൊല്ലൂർ മൂകാംബികയിൽ ഇമ്മിണി വലിയ നവരാത്രി ആഘോഷമാണെങ്കിൽ ചെറുതല്ലാത്ത നവരാത്രി ആഘോഷമുണ്ട്. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ശ്രീ സരസ്വതി ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കുണ്ട്. ക്ഷേത്രത്തിൽ അല്പസമയം മുൻപാണ് മഹാനവമിയുടെ പൂജകളെല്ലാം പൂർത്തിയാക്കിയത്. അതിൻ്റെ പൂജകളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ആ തീർത്ഥം പ്രതിബിംബമായ സ്ഥലത്തേക്ക് അത് കൃത്യമായി ആ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ നാളെ വിദ്യാരംഭത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായി. വിദ്യാരംഭത്തിന് വേണ്ടി കുരുന്നുകളുമായി ഈ ബുക്കിംഗ് അനുസരിച്ചുള്ള ആളുകൾ ഇതിനോടകം തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നാളെ പുലർച്ചെ 5 മണിയോടെയാണ് വിദ്യാരംഭ ചടങ്ങുകൾ ഈ ക്ഷേത്രത്തിൽ ആരംഭിക്കുക. 50-ലധികം ആചാര്യന്മാരുണ്ട്. ഒപ്പം തന്നെ 20,000-ത്തിലധികം കുട്ടികളെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ക്ഷേത്രം ട്രസ്റ്റി തന്നെ ചേരുന്നുണ്ട്. ശ്രീകുമാർ, എന്തൊക്കെയാണ് നാളത്തെ ഒരുക്കങ്ങൾ? നാളെ ഇപ്പം ഇന്ന് മഹാനവമിയുടെ 6 മണിക്കുണ്ടായിരുന്ന ദീപാരാധനയിൽ ഏകദേശം 1 ലക്ഷം പേരോളം പങ്കെടുക്കും. ആ പൂജയുടെ അവസാന നിമിഷത്തിൽ ഇപ്പോൾ അത്താഴ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഒരുക്കങ്ങൾ രാവിലത്തേക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇനിയിപ്പം നമ്മളിപ്പം ബാരിക്കാഡുകളും എല്ലാം നമ്മളിപ്പോൾ അടച്ചു വെച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ ഇപ്പോൾ തന്നെ ജനങ്ങൾ വന്ന് അതിലേക്ക് നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ആൾക്കാരെ കയറ്റാതെ, അവരെ പാനിക്കാക്കാതെ രാവിലത്തേക്ക് വന്ന് അവരുടെ ഭക്ഷണമൊക്കെ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് കഴിക്കാൻ പറ്റുന്നവരോട് അവിടെ നിന്ന് കഴിച്ചിട്ട് നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഏകദേശം 2-2:30 തന്നെ അവർ ക്യൂ ഒക്കെ ഏകദേശം പാക്കാവും. അത് അപ്പോഴത്തേക്ക് ഒരു 4 മണിക്ക് തന്നെ പൂജാ ചടങ്ങുകൾ, ഇപ്പോൾ അത്താഴ പൂജ ചടങ്ങുകളാണ് നടക്കുന്നത്. അത്താഴ പൂജ ചടങ്ങുകൾ കഴിഞ്ഞ് നടയടച്ച് നമ്മൾ രാവിലെ 2 മണിക്ക്, വെളുപ്പിന് 2 മണിക്ക് പൂജ എടുക്കൽ ചടങ്ങ്. കാരണം പൂജ എടുത്താൽ മാത്രമേ, പൂജ വെച്ചിരിക്കുന്നത് പൂജ എടുത്താൽ മാത്രമേ വീണ്ടും എഴുതാൻ ആരംഭിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 2 മണിക്ക് നമ്മൾ പൂജ എടുക്കൽ ചടങ്ങുകൾ ആരംഭിക്കുകയും 4 മണിക്ക് പൂജ ദേവീക്ഷേത്രത്തിൽ നിന്നാണ് വിവരങ്ങളുമായി റാഫി കരീം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.